ഈ പെൺപ്രതിമ നിന്ന് ഞങ്ങളെ പ്രലോഭിപ്പിക്കരുത്. അത് പെണ്ണല്ല, പ്രതിമയാ. ഇനിയെങ്കിലും ആൺകരുത്തുള്ള ഒരു മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്ത് ആൺകരുത്തുള്ള ഒരു പ്രതിമയെ തരണം. കാലത്ത് ഇറങ്ങിയുള്ള കരുത്തന്മാരെ ഒരു പെണ്ണിന്റെ പ്രതിമയെ പോലും വെറുതെ വിളിന്ന് പറഞ്ഞേ. അത്രയും അഭ്യർത്ഥനയെ സ്റ്റേറ്റിനോട് പറയാനുണ്ട്. ആൺകരുത്തുള്ള ഒരു പ്രതിമ എന്ന് വാങ്ങിക്കാൻ പറ്റുന്നിടത്ത് ഞാൻ അഭിനയം നിർത്തും. അദ്ദേഹത്തിന്റെയൊക്കെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ വരുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇവരൊക്കെ അടിമുടി സ്ത്രീ വിരുദ്ധർ തന്നെയാണ്. മാതാശ്രീയെയും ബഹൻശ്രീയെയും തിരിച്ചറിയാത്തവൻ നിങ്ങൾക്ക് നമ്പൂരി ഉണ്ടാക്കി തന്ന സ്ത്രീയുടെ നഗ്ന ശരീരം മാത്രം വീട്ടിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളതല്ല ഒരു അവാർഡിന്റെ ചടങ്ങെന്ന്. എന്താണ് ഈ ആണത്വം എന്ന് പറയുന്നത്? കാണിച്ചു തരാം. അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. ഒരു സ്ത്രീയുടെ പ്രതിമ കാണുമ്പോൾ പോലും വികാരഭരിതനാവുന്നതാണോ ആണത്വം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്റെ കയ്യിലുണ്ടടി സംസ്കാരം. നിനക്ക് കാണണോടി സംസ്കാരം, കാണണോടി സംസ്കാരം. 12ാമത്തെ ദിവസം ഈ പുള്ളിക്കാരൻ അലൻസിയർ എന്ന് പറഞ്ഞ ആള് ഷൂട്ടിനെത്തുകയും മറ്റുള്ള സെറ്റിലെ സ്ത്രീകളെ പലതരത്തിലും കളിയാക്കുന്നു. ബോഡി ഫിസിക്കൽ കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞ് വളരെ വൃത്തികേടായിട്ട് പറയുന്നത് പുള്ളി ഞങ്ങളോട് പറഞ്ഞ് ഇങ്ങനെ രസിക്കുകയാണ്. ബാക്ക് കൊള്ളാം, ഫ്രണ്ടും കൊള്ളാം. ആ ബമ്പർ ഹെഡ്ലൈറ്റ് ഒന്ന് നോക്കിയേ, നല്ല ഫിനിഷിംഗ്. ബോഡിക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ശേഷം പല വട്ടവും പുള്ളി അവിടെ സെറ്റിൽ പല പെൺകുട്ടികളുടെ അടുത്തും എൻ്റെ അടുത്തും ഒക്കെ പല രീതിയിലും ഈ ഇങ്ങനത്തെ കുറെ ടോക്കുകളുമായിട്ട് വരാൻ തുടങ്ങി. സർട്ടിഫിക്കറ്റ് അവൾക്കാ കിട്ടിയിരിക്കണം. എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അത് സ്വാസികയ്ക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്. ഭരതന്റെ തൈറൊക്കെ എന്താ കുഴപ്പം? അതൊക്കെ ക്ലാസ് ആണ്. അതൊക്കെ ഗുണ്ടാണെന്നായിരിക്കും പറയാം. ആ ടൈപ്പിലുള്ള ക്ലാസ് പടാണ് നീ എടുക്കേണ്ടത്. ലൈലേ വെച്ച് അല്ലാതെ ഐശ്വര്യയുടെ ഡേറ്റ് നമുക്കില്ലല്ലോ. പുള്ളിയുടെ മുട്ട് കൂടിയപ്പോൾ ഞാൻ തുറന്നു, എന്താ എന്ന് ചോദിക്കാൻ വേണ്ടി തുറന്നു. പുള്ളി കയറി അതിലടച്ചു. ഭയങ്കര ലൈറ്റായിട്ട് സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലത്ത് കയറി വരുന്ന പോലെ എൻ്റെ അടുത്ത് നിന്നെ ഒന്ന് കാണണം എന്ന് വിചാരിക്കുകയായിരുന്നു. നീ ഇങ്ങനെ ഇത്രയും തിയേറ്ററിലൊക്കെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് നിനക്ക് അത്ര ധൈര്യം പോരാ, നിനക്കൊന്ന് ധൈര്യം വെക്കേണ്ട കാര്യമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞുള്ളൊരു ടോക്കും എൻ്റെ അടുത്തേക്ക് വരലൊക്കെ ആയിരുന്നു. അപ്പം മോൾ ഉറങ്ങിയില്ലേ? ഇല്ല സർ, ഒരു ചെറിയ തലവേദന. ഉറങ്ങാൻ പറ്റില്ല. എനിക്കും എന്തോ ഉറക്കം വരുന്നില്ല. നമുക്ക് കുറച്ചു നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ മോഹൻലാലിനെതിരെ തോക്ക് ചൂണ്ടുന്ന രീതിയിൽ ആംഗ്യം കാണിച്ചതിന് നടൻ അലൻസിയറോട് താരസംഘടനയായ അമ്മ വിശദീകരണം തേടി. തമാശ കാണിച്ചതാണെന്നും മോഹൻലാലിന് വേദനിച്ചെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും അലൻസിയർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഈ പണ്ടാർ എവിടെ ഇരുന്നാലും കുഴപ്പമുള്ളോ? ഇത് വടക്ക് നോക്കിയല്ല വെടക്ക് നോക്കിയന്ത്രോ. എനിക്ക് നാണമായിരുന്നു, ഒരു നാണമില്ലായിരുന്നു. അവളാണ് എന്റെ നാണം മാറ്റിയത്. മലയാള സിനിമയിൽ താങ്കൾ കണ്ട ഏറ്റവും മികച്ച നടനാരാണ്? ഞാൻ താങ്കളാണ്. വലിയ തമാശക്കാരനാണല്ലേ? പക്ഷെ എനിക്ക് തമാശ ഇഷ്ടമല്ല. തമാശ പറയുന്നതിന്റെ മൂട്ടിൽ ഞാൻ പടക്കം വെച്ച് പൊട്ടിക്കും. എന്തുകൊണ്ടാണ് ഇവർ നിശബ്ദരായിരുന്നത് ഇത്രയും കാലം? എങ്ങനെയാണ് ഒരാൾക്ക് 13 തവണ ബലാത്സംഗം ചെയ്യാൻ പറ്റുക? അങ്ങനെ പറഞ്ഞിട്ടില്ലേ പെൺവാണി പാണോന്ന്? ഇനി അതും കൂടി മതി, ബാക്കി എല്ലായി. ചേട്ടൻ ഭയങ്കര ടയർഡാണ്, ഞാനും ടയർഡാണ്. ഞാൻ വിശക്കുന്നു കുറെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സ്ഥലം കൂടെ കാണിച്ചു തരാം. ചായ കുടിച്ചു കഴിഞ്ഞിട്ട്. ശൂർപ്പണകയുടെ മൂക്കും വേറെ ചില ഭാഗങ്ങളും കട്ട് ചെയ്യുന്നവരായിട്ടുണ്ട്. എന്താ കാണണോ? എനിക്ക് ഇപ്പോഴും നിങ്ങളോട് തരാൻ പേടിയാണ്. എന്നോട് എന്റെ ഭാര്യയ്ക്ക് വില കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആവശ്യത്തോളം കൊടുത്തിട്ടില്ലേ? എത്ര കൊടുത്തിട്ടുണ്ട്? അത് 2 മക്കളുണ്ടായില്ലേ? മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഇത്ര ചെറിയ യങ്ങായിട്ട് അതിനെ മാരേജ് എങ്ങാ? ഞാൻ 4ാം ക്ലാസ്സിൽ മാരേജ് ചെയ്ത്. ഇത്ര കാലമായിട്ട് പൂതി മാറിയില്ലോ. ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. നീ നിന്റെ കാര്യം പറഞ്ഞത്? അതെ, സത്യമായിട്ട് നീ നിന്റെ കാര്യം പറഞ്ഞത്. എന്നാ നിനക്ക് എന്നെ പ്രായമായിട്ടില്ല. പോരാ, കല്യാണം കഴിക്കാൻ വന്നു. സത്യം പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കോ? ശ്രമിക്കാം, പറയുന്ന പോലെ ഇരിക്കും. ഇവിടെ പറയും സ്ത്രീകളെയാണ് പീഡിപ്പിക്കുന്നത്. എന്നെ 4ാം ക്ലാസ്സിൽ പീഡിപ്പിച്ച എത്ര സ്ത്രീകളുണ്ടെന്നറിയോ? 12 ലൈൻ നടന്നു. എല്ലാ പെമ്പിള്ളേരും പിന്നെ പുറകായിരുന്നു. അതിനൊരു കുറവില്ല ഇപ്പോഴും. ഉള്ളത് പറഞ്ഞ പിന്നെ അത്ര ഫാൻസ് ആണെന്ന് പറയൂ. ഫാൻസ് ഒന്നുമല്ല, അയൽവകത്തെ ചേച്ചി വരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു തന്നെ. പോയ ഒരു വാക്ക് കിട്ടിയ ഒരു ചരക്ക് മിണ്ടായിരുന്നു. ചേട്ടൻ ചായയൊക്കെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു ജ്യൂസിൽ ഒതുക്കി. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആരോടെങ്കിലും പ്രേമം തോന്നിയിട്ടുണ്ടോ? സ്വാസികളുണ്ട്.
റെഡിയാ ഇപ്പോ ചതുരം ചതുരം മൂവി ഇത് നിനക്ക് വല്ല കുഴപ്പമില്ല. സ്റ്റിൽ കണ്ടിന്യൂ അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവളെ എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. അങ്ങോട്ട് നല്ല എനിക്ക് വിശക്കുന്നുണ്ട് ചേട്ടാ. ഞാൻ കുറെ നേരമായിട്ട് പറയുന്നു എനിക്ക് വിശക്കുന്നു വിശക്കുന്നു. ഞാൻ സ്നേഹം മാത്രമേ തരൂ. അയ്യോ ഇൻ വിച്ച് ഫോം? നിനക്ക് ഈ പെണ്ണുങ്ങളുടെ കാര്യത്തില് ഞങ്ങൾ ആണുങ്ങളുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, ഇളക്കം കൂടിയതിനെ വളയ്ക്കാൻ എളുപ്പമാണ്. അവള് ഞാൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒക്കെ ഞാൻ ഉമ്മ കൊടുത്തു. അതിലെന്താ അത്ര വലിയ തെറ്റ്? ഉമ്മ തരേണ്ടത് എനിക്ക് ഉമ്മ അയ്യോ